മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെന്ന് വയനാട് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധിക്കും. പുനരധിവാസം വൈകുന്നതടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ദുരന്തബാധിതരുടെ ജനകീയ സമിതിയാണ് ഉപവാസം നടത്തുന്നത്. സുജിത് അയ്യപ്പത്ത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ചെയ്യുന്നുണ്ട് വയനാട്ടിൽ നിന്നും. സുജിത്ത്, അപ്പോൾ ഇന്നിപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ ഒരു നിറം അല്ലെങ്കിൽ അതിന്റെ ഒരു രീതി മാറുന്നുണ്ട്. കളക്ടറേറ്റിലേക്ക് വരുന്നു ഈ ദുരന്തബാധിതരൊക്കെ പ്രതിഷേധവുമായിട്ട്. അപ്പോൾ അത് ജനകീയ സമിതിയാണ് നടത്തുന്നറിയുന്നു. കഴിഞ്ഞ ദിവസം മറ്റൊരു രീതിയിൽ കുടികെട്ടി സമരം നമ്മൾ കണ്ടതാണ്. ഇന്നത്തെ ഈ പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? അതിലൂടെ എന്താണ് ദുരന്തബാധിതർ പറയുന്നത് അധികൃതരോട്? പ്രജിൻ ക്രിസ്റ്റീന, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് സമരം നടത്താനുള്ള തീരുമാനത്തിലേക്ക് ദുരന്തബാധിതരുടെ ജനകീയ സമിതി എത്തിയിട്ടുള്ളത്. 10, 11, 12 വാർഡുകളിലെ ദുരന്തബാധിതരുടെ ജനകീയ സമിതിയാണ് ഇത്തരത്തിലൊരു സമരത്തിന് നേതൃത്വം നൽകുന്നത്. ആദ്യം സമരം പ്രഖ്യാപിച്ചത് ഈ സമിതിയായിരുന്നു. ഇന്ന് കളക്ടറേറ്റിന് മുന്നിൽ ഉപവസിക്കാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ആകും ഉപവാസം നടക്കുക. ഇന്നലെ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടിൽകെട്ടി സമരം നടന്നിരുന്നു. അത് ദുരന്ത ഭൂമിയിൽ കുടിൽകെട്ടിയുള്ള സമരമാണ് നടന്നിരുന്നത്. ഇതിന് സമാനമായ രീതിയിൽ തന്നെ ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഈ ജനകീയ സമിതിയും സമരം നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഉൾപ്പെടെ ഈ 10 സെന്റിൽ പുനരധിവാസം വേണം എന്നുള്ള ആവശ്യമാണ് ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്നത്. മാത്രമല്ല ഈ ലിസ്റ്റുകൾ ഉൾപ്പെടെ അനന്തമായി നീളുന്നതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവും ഇവർക്കുണ്ട്. മാത്രമല്ല ഈ ലോണുകൾ എഴുതി തള്ളുക എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി ആവശ്യങ്ങൾ ദുരന്തബാധിതരുടെ മുൻപാകെയുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു സമരം തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സമരത്തിന് തുടർച്ചയുണ്ടാകും എന്നുള്ളതാണ് ഇരു സമിതികളും വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഇന്ന് LDF പ്രതിഷേധവുമായി രംഗത്തുണ്ട്. LDF കേന്ദ്ര സർക്കാർ അവഗണന വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ഡൽഹിയിൽ പ്രതിഷേധത്തിന് ഉള്ളത്. ഇവിടുത്തെ വയനാട്ടിൽ നിന്നുള്ള ദുരന്തബാധിതരടക്കമുള്ളവരും ഒപ്പം തന്നെ LDF നേതാക്കളും എല്ലാം തന്നെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രജിൻ ക്രിസ്റ്റീന.